അതുതന്നെയാണ്. ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാത്തുന്നു. അദ്ദേഹം അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാത്ത പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകുന്നുണ്ട്. ഏതായാലും വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നു അല്ലെ പ്രവർത്തകരൊക്കെ? അതെ അതെ, ചേലക്കര വലിയ ആവേശത്തിലാണ് ബിജെപിയുടെ വിജയത്തിനായി. സാധാരണ രാവിലെ ഇത്ര ആള് കാണും ഇവിടെ, നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ നിന്ന ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് രാവിലെ തന്നെ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് ബിജെപിക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിന്റെ മുന്നോടിയായിട്ട് തിരുവല്ലാമക്കാര് നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ പുതിയ വോട്ടുകൾ ചേർത്ത് 10,000-ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് കൂടുതൽ? എല്ലാവരും അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും ബിജെപി അതിൽ വോട്ട് ചേർത്തിട്ടുണ്ടോ? എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ബിജെപിയാണ്. 6,500 മുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. 6,500 വോട്ട് ചേർന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകളാണ് ഈ പാർട്ടിയിൽ നിന്ന് ബിജെപിയിലേക്ക് കഴിഞ്ഞ ദിവസം അടക്കം ആ സംഭവം എത്രത്തോളം പ്രതീക്ഷ? ഈ മണ്ഡലത്തിൽ ഏറെക്കുറെ ഒരു 600ഓളം കുടുംബങ്ങൾ ഈ അടുത്ത കാലത്ത് ബിജെപിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുതിയ ആളുകൾ പാർട്ടിയോടൊപ്പം ചേരാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ചേലക്കരയുടെ മാറ്റം ഇത്തവണ ബിജെപിയിലൂടെ. ചേലക്കരയുടെ വിധി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? ചേലക്കരയുടെ വിധി പറയുമ്പോൾ ഇവിടെ അടിസ്ഥാന വികസനം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാരും സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണ്. അതെ അതെ, ആ ഭരണവിരുദ്ധ വികാരം ദേശീയ തലത്തിൽ ബിജെപിക്ക് ഉണ്ടായ ആ ഗുണം അത് ഇവിടെ ചേലക്കരയിൽ ബിജെപിക്ക് അനുകൂലമായി മാറും. ഈ പോളിംഗ് ശതമാനം ഉയരുന്ന പ്രതീക്ഷയുണ്ടോ? ഉയർന്നാൽ എങ്ങനെ ഗുണം ചെയ്യുമോ ബിജെപിക്ക്? എന്താണ് അതിന്റെ പ്രതീക്ഷ? ബിജെപി പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും. അതെന്തായാലും ബിജെപിക്ക് അനുകൂലമായി. വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര സഹായം കിട്ടാത്തത് വലിയ ചർച്ചയായിരുന്നു ഈ 3 മണ്ഡലങ്ങളിലും. കൃത്യമായിട്ട് അതിന്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പണം അവിടെ കൃത്യമായിട്ട് വരും. അത് ചെയ്യാൻ സർക്കാർ ബോധിപ്പിക്കാത്തതാണ് കാരണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ ആ വിഷയത്തെ കുറിച്ച് TV അൻവറോട് പറഞ്ഞു 12 കോടി രൂപ വെച്ച് 3 മുന്നണികളും ചിലവഴിച്ചു. അങ്ങനെ വലിയ പണ ഒഴുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ മുന്നണികളുടെ ഭാഗത്ത്? അദ്ദേഹത്തിന് എന്തും പറയാം. അതിന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതെന്താ വെച്ച് പറയട്ടെ. ഇത്തവണ ബിജെപി വിജയിക്കും. 50,000-ന് മുകളിൽ വോട്ട് ബിജെപിക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളും അതിനുശേഷം ദുരന്തം നടന്ന സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്തു കഴിഞ്ഞു. ഈ കേരളത്തോട് മാത്രമാണ് ഈ കൊടുത്ത സംഖ്യ കൃത്യമായി വിനിയോഗിക്കാൻ ആദ്യം സർക്കാർ തയ്യാറാവണം. അല്ല, വയനാടുമായി ബന്ധപ്പെട്ട പണമൊന്നും അതിന് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഫണ്ട് എത്തും. ഈ മണ്ഡലത്തിൽ ഈ സംവരണ വിഭാഗങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി നടത്താനാണ് ഇത്ര വർഷമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ഈ സാധാരണ പട്ടികജാതിക്കാരായ ആളുകളുള്ള സ്ഥലമാണ്. പക്ഷെ അവരൊന്നും വളരെ മോശം അവസ്ഥയിലാണ് കഴിയുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും ഒരു മാസത്തോളമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. നിങ്ങൾക്കതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവാം. ഈ മണ്ഡലം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ്. ചേലക്കരയുടെ സ്ഥാനാർത്ഥി രജിത, ബിജെപി സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷകളും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളും തുടർന്നുള്ളവരും പ്രതീക്ഷകളും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുമൊക്കെയാണ് നമ്മൾ കേട്ടത്. ഏതായാലും വലിയ പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ 10,000 വോട്ട് പുതിയ വോട്ടെന്ന കണക്കിൽ ഇപ്പോൾ ഭൂരിഭാഗം അവകാശപ്പെടുന്നത് ബിജെപിയാണ്. 6,500-ഓളം വോട്ട് തങ്ങൾ ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും. ആ പോളിംഗ് ശതമാന വർധന ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇതേ അവകാശ